പറയട്ടെ, എല്ലാവരും പറയട്ടെ. പക്ഷെ അടിച്ചു പൊളിക്കുമെന്നല്ല, ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോന്ന് ചെയ്യണതും അതുപോലെ ഇനോഗ്രേഷൻ. പക്ഷെ ബിഗ് ബോസിന് ശേഷമാണ് എനിക്ക് ജീവിതത്തിൽ ഞാൻ ഓർത്തില്ല ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ട് ദുബായിലൊക്കെ പോകുന്നത്. കാരണം കുഞ്ഞിലെ തൊട്ട് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ ഈ ഓരോരുത്തരൊക്കെ ദുബായിലൊക്കെ പോകുമ്പോൾ അതുപോലെ പോകാൻ സാധിച്ചില്ല. ഒത്തിരി സന്തോഷം. കാരണം ബിഗ് ബോസ് ഫെയിം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയതും. അതുപോലെ ബഹ്റൈനിൽ ഒരു ബാച്ചിലേഴ്സിൻ്റെ ഗ്രാൻഡ് ഓപ്പണിങ് ഞാനായിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നാടൻ മുറിച്ചുകൊണ്ടുള്ള ഒരു അതും ബഹ്റൈനിൽ. ഭയങ്കര സന്തോഷം. ഞാനാണ്. അതെ, തീർച്ചയായിട്ടും എവിക്റ്റ് ആകാറല്ലേ വന്നത്. അതായത് ലാലേട്ടൻ കൈപിടിച്ച് കയറ്റി. ലാലേട്ടൻ ഇല്ലല്ലോ, ഞാൻ വോക്കൗട്ടായിട്ട് വന്നതാണ്. എനിക്ക് കയറുമ്പോൾ സന്തോഷം. എല്ലാവരും കാണാൻ പറ്റുമല്ലോ. ചേച്ചി അവിടെ മൊത്തം PR-ന്റെ കളികളാണെന്നാണ് പറയുന്നത്. എനിക്ക് PR ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്റെ പൈസ ഇല്ലായിരുന്നു. ഇപ്പം വേണമെങ്കിൽ PR കൊടുക്കാനുള്ള പൈസ ഒക്കെ എന്റെ ഉണ്ട്, ഉള്ള കാര്യം പറയാം. പക്ഷെ അന്ന് എന്റെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് PR വർക്കില്ല. ഈ 16 ലക്ഷം കൊടുത്തെന്നാ പറയണേ. കൊടുക്കട്ടെ, എനിക്കറിയില്ല. അവര് കൊടുത്തെന്നോ അവരുടെ കയ്യിൽ അക്കൗണ്ടോ ഒന്നും എനിക്കറിയില്ലല്ലോ. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത കാര്യം നമ്മൾ പറയൂല. ഇപ്പം ബിഗ് ബോസിനകത്ത് കയറിയപ്പോഴും നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കാര്യം ഞാൻ പറയില്ല. എനിക്കറിയില്ല. ഞാൻ എന്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ. ഇപ്പൊ ഇനി അകത്ത് പോകുമ്പോ എല്ലാരും ഇപ്പൊ അനുമോളെയാണ് ടാർഗറ്റ് ചെയ്തിട്ടാണ്. ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ വിട്ടുകൊടുക്കത്തില്ല. ഇങ്ങോട്ട് ആരെന്തെങ്കിലും പറഞ്ഞാൽ വിട്ടുകൊടുക്കും. ഞാൻ അങ്ങോട്ട് കയറി ഒന്നിനും പോകത്തില്ല. ഇങ്ങോട്ട് വെറുതെ വേദനിപ്പിക്കാൻ വന്നാൽ അങ്ങോട്ട് വിളിച്ചടുക്കോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ല കയറുന്നത്. ഇനിയിപ്പം നമുക്ക് 5 ദിവസം 4 ദിവസം കൂടെ അല്ലേ അടിച്ചു പൊളിക്കാം. മാക്സിമം സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വേദനിപ്പിക്കാൻ വന്നാൽ തിരിച്ച് മറുപടി കൊടുക്കും. അല്ലാതെ പ്രശ്നമൊന്നും വേറെ ആരുമായിട്ട് പേഴ്സണലി ഒരു വൈരാഗ്യം ഒരു പ്രശ്നവും എനിക്കില്ല. എല്ലാവരും ഫയറെന്ന് തീർച്ചയായിട്ടും ഞാൻ ഫയറാണ്. കാരണം ഒന്നുമില്ലാതെ ഞാൻ ബിഗ് ബോസ് വരെ എത്തിയെങ്കിൽ വോക്കൗട്ട് ആയത് എൻ്റെ പേഴ്സണൽ കാര്യം. എത്തിയെങ്കിൽ ഞാൻ ആരുടെയും അവസരങ്ങളൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്നെ വിളിച്ചു, ഞാൻ ചെന്നു, അവിടെ ചെന്ന് 35 ദിവസം ഞാൻ തികച്ചു. ഞാൻ ഇറങ്ങി വന്നെങ്കിൽ അതുപോലെ ഞാൻ ദുബായിലും അല്ലെങ്കിൽ ബഹ്റൈനിലും ഒക്കെ ഇനോഗ്രേഷൻ ചെയ്തെങ്കിൽ ഞാൻ ഫയർ തന്നെയാണ്. രേണു സുധി ഫയർ തന്നെയാണ്. അത് ആൾക്കാരൊക്കെ പറയണ്ടേ ആദ്യം ഫയറാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര. അത് ആൾക്കാർ പറയട്ടെ, എനിക്കൊന്നുമില്ല. ആൾക്കാർ എന്തൊക്കെ എന്നെ പറ്റി പറയുന്നു, എന്നെ പറ്റി എന്തൊക്കെ പറയുന്നു, ഇല്ലാവചനും ഉള്ളതും എല്ലാം പറയുന്നത്. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ ഇങ്ങനെ തന്നെ പോവാണ്. അല്ല, ഈ ചേച്ചി ഇപ്പം ലക്ഷ്മി നക്ഷത്രം പറയണ്ടേ ചേച്ചിനെ വിളിക്കാൻ പോലും സമയം കിട്ടുന്നില്ല, ഡേറ്റ് ഇല്ല, ഡേറ്റ് ക്ലാഷ് ആന്നൊക്കെ പറയണ്ടേ. അപ്പൊ അതെ, ലക്ഷ്മിയെ വിളിക്കാൻ എനിക്ക് സമയം കിട്ടുന്നത്. അവർക്കും എന്നെക്കാളും തിരക്കുള്ള, ചിന്നു എന്നെക്കാളും തിരക്കുള്ള ആളാണ്. അത്രയും തിരക്കില്ല എനിക്ക്. ചിന്നുനെക്കാളും തിരക്കാണ് പറഞ്ഞു. രേണുസുധിക്ക് തിരക്കാണ്, വിളിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത്. സ്നേഹം കൊണ്ട് പറഞ്ഞായിരിക്കും. എന്തായാലും സന്തോഷം അങ്ങനെ പറഞ്ഞു. സിനിമയിലൊക്കെ ഒരു അവസരം വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. സിനിമ 3 ചെയ്തായിരുന്നു, ഇറങ്ങാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ സിനിമയല്ല മെയിനായിട്ട്, ഇപ്പൊ പ്രമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. എനിക്ക് ശാരികനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉന്നീല്, ആര്യൻ, ബിശ്രീ, അവരെയൊക്കെ. ആര് കപ്പടിക്കും ചേച്ചി? അനു, അനീഷോ, അക്ബർ, ആര് വേണമെങ്കിലും കപ്പടിക്കട്ടെ. സന്തോഷം. നല്ലൊരു ഗെയിമറിന് കിട്ടട്ടെ. അല്ല, ചേച്ചിക്ക് ഒരു ഫേവറേറ്റ് ഉണ്ടോ? അങ്ങനെ അനീഷിനെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണല്ലോ. അവനാണ് ഫേവറേറ്റ്. പിന്നെ ആർക്ക് കപ്പടിച്ചാലും നമുക്ക് കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. നമ്മള് ഞാനിവിടെ കയറി പറയടാ, മീഡിയ ഉണ്ട്. അനു അനീഷും ആയിരിക്കുമല്ലോ, നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഞാനും നിങ്ങളെപ്പോലെ തന്നെ പുറത്തുനിന്ന് കേൾക്കുന്ന ആളാണ്. അപ്പം എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല. എങ്കിൽ പോലും നിങ്ങൾ പ്രേക്ഷകർ പറയുന്നല്ലോ ഒന്നെങ്കിൽ അനു അല്ലെ അനീഷ്. അത് എനിക്കറിയില്ല. കാരണം ഞാനാണ് ആരുടെ അടുത്തേലും പ്രേമോ അല്ലെങ്കിൽ എനിക്കാണ് ഒരു ക്രഷ് തോന്നിയെങ്കിൽ അതെനിക്കറിയാം. അപ്പം അനുവിനും അനീഷിന്റെ കാര്യം ഞാൻ എങ്ങനെ അറിയുന്നത്? പ്രത്യേകിച്ച് ഞാൻ അതിനകത്തില്ലായിരുന്നതാണ്. കാഴ്ചക്കാരൻ ഞാൻ പറയാൻ യോഗ്യതയില്ല. കാരണം ഞാനല്ല അത് ചെയ്യണത്. ഇപ്പം ഞാൻ ഒരാളെ, ഇപ്പം എനിക്കാണ് ഒരാളുടെ അടുത്ത് പ്രേമം തോന്നി എനിക്കറിയാം. അത് ചുമ്മാതാണോ ടൈം പാസിനാണോ എന്ന് എനിക്കറിയാം. അനുവിന്റെ അനീഷിന്റെ മനസ്സിലുള്ളത് നമുക്കറിയില്ല. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കണ്ടു തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ എന്റെ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല, കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സമയമില്ലാത്തതുകൊണ്ടാണ് കാണാതിരുന്നത്. കാണുന്നുണ്ട്, കാണണം, ഫുള്ള് കാണണം. അത് പറയാൻ പറ്റത്തില്ലോ. ലവ് ട്രാക്ക് ഒക്കെ ഉള്ളിന്ന് വരുന്നതല്ലേ. എനിക്കൊന്നും ആരെയും ഇങ്ങനെ ടൈം പാസിനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നത്തില്ലെന്ന് തോന്നുന്നു എന്റെ മനസ്സ്. ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പം അങ്ങനെ വന്നാൽ തന്നെ അത് ഉള്ളിന്ന് വരുന്ന സാധനമല്ലേ. ഇത് ഇതുവരെയായിട്ടും വന്നിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. ശാരിക ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഹോട്ട് സീറ്റ് കളിച്ച് വന്നിട്ട് ഞങ്ങള് ലവ് സീറ്റാക്കി മാറ്റിയതാണ് ഞാൻ ശാരിക.
വേണുവിന്റെ അടുത്ത വിദേശ യാത്ര എന്നാണ്? ഉടനെ ഇല്ല, കാരണം കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്, പെൻഡിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡിസംബർ ഒക്കെ ആകുമ്പോൾ പോയി ബഹ്റൈനിൽ തന്നെ പോയി. ഓക്കെ കേറട്ടെ.